ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായി ആരെങ്കിലും ഉണ്ടോ? വിട്ടുമാറാത്ത മൈഗ്രെയിൻ തലവേദന പലർക്കും ഉണ്ടെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ തലവേദനയ്ക്ക് പാരസിറ്റമോൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ നമുക്ക് എങ്ങനെ മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ആയുർബദാനിയ ഹോസ്പിറ്റലിലെ ആയുർവേദ കൺസൾട്ടന്റായ ഡോക്ടർ സൂരജ് സുഭാഷ് ആണ്. ഡോക്ടർ, ശരിക്കും മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എങ്ങനെ ഈ മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? തലവേദനകൾ പലതരത്തിലുള്ള രീതിയിലുണ്ട്. തലവേദന എന്ന് പറയുമ്പോൾ കേവലം ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു സൈൻ മാത്രമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്, ലക്ഷണങ്ങൾ എന്ന് പറയും. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. മൈഗ്രെയിൻ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന തലവേദന നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലക്ഷണങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളോ നമ്മൾ പ്രത്യേകം ഇതിനകത്തെടുത്ത് മനസ്സിലാക്കണം. അതിലാദ്യം വരുന്നതെന്ന് പറയുന്നത് തലവേദനയുടെ സൈറ്റ്, അതായത് ഏത് ഭാഗത്ത് തലവേദന വരുന്നു എന്നുള്ളതാണ്. യൂഷ്വലി മൈഗ്രെയിനിന് വരുന്നത് യൂണിലാറ്ററൽ ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നല്ലെങ്കിൽ ഇടത്ത് ഭാഗമോ അല്ലെങ്കിൽ വലത്തെ ഭാഗത്തോ മാത്രമായിട്ടാണ് ആ തലവേദന കാണുന്നത്. രണ്ടാമത് വരുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്, അതായത് എത്ര കാഠിന്യത്തിൽ അത് വരുന്നു എന്നുള്ളതാണ്. അത് മോഡറേറ്റ് തൊട്ട് സിവിയർ ആയിട്ടുള്ള രീതി വരെയാണ് നമുക്ക് മൈഗ്രെയിനിന് തലവേദന വരുന്നത്. മൂന്നാമത് വരുന്നത് അതിൻ്റെ നേച്ചർ, അതായത് ആ വേദനയുടെ നേച്ചറാണ് കണക്കാക്കുന്നത്. അത് സാധാരണ രീതിയിൽ മൈഗ്രെയിനിന് വരുന്നത് പൾസേറ്റിംഗ് അല്ലെങ്കിൽ ത്രോബിംഗ് ആയിട്ട്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സ്പന്ദനം പോലെയുള്ളൊരു ടൈപ്പ് വേദനയാണ് നമുക്ക് സാധാരണ ഇതിനകത്ത് കാണുന്നത്. ഇത് കൂടാതെ ചില ലക്ഷണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൈഗ്രെയിൻ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഒന്ന്, സാധാരണ രീതിയിൽ പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികൾക്ക് വരുന്നൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനം പുരട്ടൽ അല്ലെങ്കിൽ നോസിയ എന്ന് പറയും. രണ്ടാമത്തത് ഛർദി അല്ലെങ്കിൽ വോമിറ്റിംഗ് ആയിട്ടോ രീതിയിൽ. ഇത് കൂടാതെ ഫോട്ടോഫോബിയ, ലൈറ്റിനോട് ഭയങ്കര വിദ്വേഷം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫോണോഫോബിയ, സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത് കൂടാതെ വരുന്നൊരു മറ്റു ലക്ഷണമാണ് മൈഗ്രെയിൻ ഓറ എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുൻപോ തുടങ്ങിയതിന് ശേഷമോ നമുക്കൊരു ബ്ലാക്ക് ഔട്ടിൽ തുടങ്ങി പിന്നീട് നമുക്ക് പലതരത്തിലുള്ള വിഷ്വൽ ഡിസ്റ്റർബൻസസ്, അതായത് നമ്മൾ കാണുന്ന സാധനങ്ങൾക്കെല്ലാം ഒരു വികൃത രൂപം സംഭവിക്കുക. ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിതിന് മൈഗ്രെയിൻ ആയിട്ട് നമുക്ക് എടുക്കാം. സാധാരണ ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് തലവേദന വരാറുണ്ട്. അതും ഈ മൈഗ്രെയിൻ തലവേദന തന്നെയാണോ? ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ടെൻഷനും സ്ട്രെസ്സും വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും മൈഗ്രെയിൻ ഹെഡേക്കും ഒന്നല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൈഗ്രെയിൻ ഹെഡേക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് തലവേദനയോടൊപ്പം നമുക്ക് ഫോട്ടോഫോബിയ, ഫോണോഫോബിയ അല്ലെങ്കിൽ മൈഗ്രെയിൻ ഓറ അല്ലെങ്കിൽ ചിലപ്പോൾ മനം പുരട്ടൽ, ഛർദിൽ എന്നുള്ള ലക്ഷണങ്ങളും കൂടെ ഇതിനോടൊപ്പം നമുക്കുണ്ടാവും. നേരെ മറിച്ച് ടെൻഷൻ ഹെഡേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഉണ്ടാവാറില്ല. പൊതുവേ ആ തലവേദന എന്ന് പറയുന്നത് തലയുടെ മൊത്തം ഭാഗമായിട്ടും നമുക്ക് ആ തലവേദന വരാറുണ്ട്. നേരെ മറിച്ച് മൈഗ്രെയിൻ എന്ന് പറയുന്നത് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം, അതായത് ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ മാത്രം കാണപ്പെടുന്നതിനെയാണ് നമ്മൾ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയപ്പെടുന്നത്. ആയുർവേദത്തിൽ എങ്ങനെയാണ് ഈ മൈഗ്രെയിൻ തലവേദന നോക്കി കാണുന്നത്? ആയുർവേദത്തിൽ മൈഗ്രെയിനെ അർദ്ധാവഭേദകം എന്നാണ് അറിയപ്പെടുന്നത്. അത് അതിൻ്റെ അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതിയും, ഭേദകം എന്നാൽ പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു വേദന എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. ഇപ്പോൾ സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇത് ആയുർവേദത്തിൽ ഏതൊരു അസുഖം എടുത്താലും അത് ദോഷങ്ങൾ, അതായത് ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാവുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അർദ്ധാവഭേദകം അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖം ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ വാദത്തിൻ്റെ, അതായത് വാദദോഷം അസന്തുലിതമായിട്ട് നിൽക്കുന്ന സമയത്തുണ്ടാവുന്നതാണ് നമ്മൾ അർദ്ധാവഭേദകം അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പിത്തദോഷമോ അല്ലെങ്കിൽ കഫദോഷമോ അസോസിയേറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങളും വ്യത്യാസമായിട്ട് വരും. ഉദാഹരണത്തിന് പിത്തദോഷമാണ് എന്നുണ്ടെങ്കിൽ പൊളിച്ചു തകട്ടൽ അല്ലെങ്കിൽ ദഹനത്തിൻ്റെ കുറവോ ദഹനമില്ലായ്മയോ പോലുള്ള ലക്ഷണങ്ങൾ ഈ പറയുന്ന രീതിയിൽ തലവേദനയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയും, കഫമാണ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മനം പുരട്ടലോ ഛർദിലോ പോലുള്ള ലക്ഷണങ്ങൾ ഇതിനോടൊപ്പം കാണാവുന്നതാണ്. ഡോക്ടർ, ഈ ആയുർവേദ ശാസ്ത്രപ്രകാരം എന്തൊക്കെയാണ് ഈ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ആയുർവേദത്തിൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ അർദ്ധാവഭേദകം ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺസ് നമ്മൾ പറയുന്നത് വാദദോഷത്തെ പ്രകോപിപ്പിക്കുന്നതായിട്ടുള്ള ഏത് കാരണങ്ങളും നമുക്കിതിനെ എടുക്കാം. മോഡേൺ മെഡിസിനിൽ നമുക്കിതിന് പ്രത്യേകിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്നുള്ള രീതിയിലില്ല. അതിൽ കേവലം ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആയുർവേദത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഉറക്കം ശരിയല്ലാത്ത ഒരാൾക്ക് സാധാരണഗതിയിൽ മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണുന്നുണ്ട്. അതായത് ഉറക്കം ശരിയല്ല എന്ന് പറയുമ്പം ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺസ് ഉള്ള ആൾക്കാരോ
അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്ത ആൾക്കാർക്കോ മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. രണ്ടാമത് വളരെ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ആഹാരത്തിൻ്റെ സമയവും ആഹാരം കഴിക്കുന്ന സാധനങ്ങളുമൊക്കെയാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ആഹാരം സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് നേരം വിശന്നിരിക്കുന്നു, ഇങ്ങനെയുള്ള ആൾക്കാർക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. കൂടാതെ വരുന്നത് നമ്മളിപ്പം ഉദാഹരണത്തിന് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന തലയണ ഒരുപാട് ഹൈറ്റ് ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും തലവേദന അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. കൂടുതൽ ഉറങ്ങുന്നതും തലവേദനയ്ക്ക് കാരണമാകും. അതും പ്രത്യേകിച്ച് പകൽ സമയത്ത് ഉറങ്ങുന്ന ആൾക്കാർക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനെല്ലാം പുറമെ തണുപ്പിനോടുള്ള എക്സ്പോഷർ, വല്ലാണ്ട് തണുപ്പ് നമുക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അഥവാ ശീതമായിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്കും കുടിക്കുന്ന ആൾക്കാർക്കും സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡോക്ടർ, മറ്റ് ചികിത്സാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ആയുർവേദത്തിൽ എങ്ങനെയാണ് മൈഗ്രെയിനെ ഫലപ്രദമായി ചികിത്സിക്കുന്നത്? സാധാരണ രീതിയിൽ ഞാൻ തുടക്കമേ പറഞ്ഞ മാതിരി നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചോ അല്ലെങ്കിൽ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കുന്നതാണ് ഇന്നത്തെ പൊതുവെ ജനങ്ങളുടെ ഒരു രീതി. ആയുർവേദത്തിൽ നമ്മൾ ഇതിന് ഒരു പെയിനിനെ മാത്രം കുറയ്ക്കുന്ന രീതിയായിട്ടല്ല നമ്മൾ കാണുന്നത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ മാതിരി നമ്മളുടെ ദോഷങ്ങളുടെ വ്യതിയാനം കൊണ്ട് വരുന്നതാണ് ഈ പറയുന്ന അർദ്ധാവഭേദകം അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ആയുർവേദ ചികിത്സ നമ്മൾ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയെ നമ്മളൊരു സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയകളാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു രോഗിക്ക് എന്ത് കാരണം കൊണ്ടാണോ ഇതുണ്ടാവുന്നത് അതിനെ നമ്മൾ പരിപൂർണമായും ഇല്ലാതാക്കുകയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ. കൂടാതെ നമ്മൾ ആ ദോഷത്തിന് കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൂടെ നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു നമ്മൾ പൊതുവെ ആയുർവേദത്തിനെ കുറിച്ചൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മളിതിനകത്ത് എടുക്കുന്നത്. അപ്പം കേവലം വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ മാത്രമല്ല, പക്ഷേ നമ്മളുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എന്ത് ജീവിതശൈലി കൊണ്ടാണോ ഈ അസുഖം വരുന്നത് ആ ജീവിതശൈലിയെ ചേഞ്ച് ചെയ്തുകൂടെ കൊണ്ടാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ ചികിത്സിക്കുന്നത്. ഡോക്ടർ, ഈ മൈഗ്രെയിൻ തലവേദന പെട്ടെന്ന് ട്രിഗർ ആകാതിരിക്കാനും ഇനി ട്രിഗർ ആയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒറ്റമൂലികളുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൈഗ്രെയിൻ ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആയുർവേദ രീതിയിൽ നോക്കുകയാണെങ്കിൽ ജീവിതശൈലിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരം തൊട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന രീതിയും നമ്മൾ കിടന്നുറങ്ങുന്ന സമയം പോലും ഇതിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഉദാഹരണത്തിന് ഒരുപാട് എരിവുള്ള ഭക്ഷണം, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സ്, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കുറവ് ഇത്യാദി സാധനങ്ങൾ ചെയ്താൽ തന്നെ ഒരുപക്ഷെ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാനായിട്ടുള്ളൊരു വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഉറക്കം ശരിയല്ലെന്നുണ്ടെങ്കിൽ അതിന് പാറ്റേൺ കറക്റ്റ് ചെയ്യുക, കൃത്യമായുള്ളൊരു സമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഉറക്കം വരുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ചികിത്സകൾ തേടുക പോലുള്ള സംഗതികൾ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് തലവേദന ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു ഉഴുന്ന് പരിപ്പ് കുറച്ച് പാലിൽ തിളപ്പിച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കഴിക്കുക. അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ആവണക്കെണ്ണ നെറുകയിൽ നമുക്ക് തളം പോലെ വയ്ക്കാവുന്നതോ അല്ലെങ്കിൽ വേദന വരുന്ന സ്ഥലത്ത് നമുക്ക് പരട്ടി കൊടുക്കാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇന്ന് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. ഇത് പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒരു ശീലമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്കാർക്കും അവരുടെ ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമുക്കിത് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള തലവേദനകളോ അല്ലെങ്കിൽ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ഏക്കുകളോ ഒക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ കുറയ്ക്കാം. പിന്നെ സമയത്തിന് ആഹാരം കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ആ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പ്രധാനമായും നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയാണ് നമുക്ക് പല അസുഖങ്ങളും വരാനുള്ള കാര്യം. അപ്പോൾ ഈ മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ കാര്യങ്ങൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കണം? ആയുർവേദത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി
ജീവിതശൈലിയിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും മൈഗ്രെയിൻ ഹെഡേക്കോ അല്ലെങ്കിൽ അർദ്ധാവഭേദകം ഉണ്ടാകാനായിട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, വിശന്നിരിക്കാതിരിക്കുക, ധാരാളം വെള്ളം നമ്മൾ ടൈമിൽ കുടിക്കുക എന്നുള്ളതാണ് ആഹാര രീതികളിൽ വ്യത്യാസം വരുത്തേണ്ടതിലൊന്ന്. പിന്നെ വരുന്നൊരു സംഗതി എന്ന് പറയുന്നത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാരിൽ മൈഗ്രെയിൻ കാണപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സോ ഒഴിവാക്കുക എന്നുള്ളതാണ്. മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ഡോക്ടറിന് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്? മൈഗ്രെയിൻ അനുഭവിക്കുന്ന രോഗികൾക്ക് പ്രധാനമായിട്ടും കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ചികിത്സ എത്രയും പെട്ടെന്ന് തേടുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം കൊടുക്കാനുള്ളത്. കാരണം തലവേദന ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി കേവലം ഒരു സിംറ്റം മാത്രമാണ്. പല കാരണങ്ങളാൽ തലവേദന ഉണ്ടാകാം. അപ്പം എന്ത് തലവേദനയാണ് എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിലും ശരി, സൈനസൈറ്റിസ് ആണെങ്കിലും ശരി, മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് എനിക്ക് നൽകാനുള്ളത്. രണ്ടാമത്, മൈഗ്രെയിൻ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായി മരുന്ന് കഴിക്കുക. പലപ്പോഴും ചെയ്യുന്നത് ആൾക്കാർ മരുന്ന് കഴിക്കുക, മരുന്ന് കഴിച്ച് തലവേദന കുറയുമ്പോൾ പിന്നെ മരുന്ന് നിർത്തുക, വീണ്ടും അവർ പഴയ ജീവിതശൈലികളിലേക്കും പോകും. ജീവിതശൈലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ടുള്ളതിന് ഉള്ളത്. അതിന് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിതശൈലികളിൽ കൂടെ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ ഇതിന് ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ശാശ്വതമായിട്ടുള്ളൊരു റിലീഫ് കിട്ടുകയുള്ളൂ. ഇത് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്നൊരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നില്ല. പക്ഷേ ആയുർവേദം കൊണ്ട് നമ്മൾ ജീവിതശൈലിയും ആയുർവേദ മരുന്നുകൾ കൊണ്ടും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമോ അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റിസൾട്ടോ നമുക്കിതിന് തീർച്ചയായിട്ടും കിട്ടും. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സ് പൂർത്തിയാകുന്നവരെ കഴിക്കുക. മാത്രമല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറെ പോയി കണ്ട് എന്താണ് വിവരം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.